എന്താ പൊന്നാരക്കുട്ടി ഇങ്ങനെ എന്നാ ആലോചിക്കണേ? ഒന്നുമില്ലേ താത്ത. അതൊന്നുമല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ലേ താത്ത. എന്തായാലും ഇത്താത്താന്റെ കുട്ടി ഇത്താത്ത ചെയ്ത പോലത്തെ അബദ്ധമൊന്നും ചെയ്യരുത്. ആളും അർത്ഥമൊക്കെയുള്ള സ്വഭാവശുദ്ധിയുള്ള ആളായിരിക്കണം. നമ്മള് പെണ്ണുങ്ങള് ചെറുപ്രായത്തിൽ എടുത്തു ചാടിയാല് ജീവിതം മുഴുവൻ കണ്ണീരിലാവും. അതുകൊണ്ട് ഇത്താത്താന്റെ കുട്ടി സൂക്ഷിക്കണം. സെലീന കിനാവ് കാണാ ഇജ് തെറ്റിപ്പോവല്ലേ? ഇജ് ശരിയേ, ഇജ് ആരെ മനസ്സിലോർത്തെന്ന് ഞാൻ പറഞ്ഞു തരണം. എന്നാ പറയ്, ഞാനൊന്ന് കേക്കട്ടെ. പറയട്ടെ, പറയും. ആ പറഞ്ഞോളി. ശില്പം കോയാ. അയ്യേ, ഇപ്പൊ കിട്ടി കോഴിക്കാതറ്. അയ്യേ, നിങ്ങൾ ആരും പറയണ്ട. പറയാൻ കണ്ടിരിക്കുന്ന ഒരാള്. പിന്നെ പാരെ വിളിക്കോ കണ്ടത്? എന്നെ ചേണോ? പടച്ചോനെ, ഞാനാണെങ്കിൽ ഇന്റെ പടച്ചോനെ എന്തപ്പ നമ്മള് ചെയ്യ? എന്റെ കൽവിലെ വെണ്ണിലാവും നീ എന്റെ. മോളെ സാബറ, സെലീന. മോളെ സാബറ എടുത്തു. ഇത്താത്ത അകത്തുണ്ട്, ഞാൻ വിളിക്കും. ഇത്താത്ത വാ, കേറിയിരിക്കെ. ഇതിന്റെ ചെറിയ മോള് സെലീന, ഇത് മൂത്തോള് സാബിറ. ഇവർ രണ്ടാള് മൂത്തോന ജബ്ബാർ. മക്കളെ, ഇത് അബ്ദുള്ളാജി, ഉപ്പാന്റെ ചെറുപ്പത്തിലുള്ള ഒരു ചെങ്ങായ. പൊന്നാനി ദർസിൽ കിതാബ് ഓതുമ്പോഴുള്ള ബന്ധ. പിന്നെ ഞാൻ ഈ നാട്ടിക്ക് മുക്രയേറ്റ് പോകുകയും ചെയ്ത് ലോഞ്ചിന് ദുബായിക്ക് കയറുകയും ചെയ്ത്. പിന്നീട് 40 കൊല്ലത്തിന് ശേഷം ഇന്ന് കാണാൻ ഞങ്ങള്. ഗൾഫിൽ ആദ്യം കുറെ കഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് പടച്ചോ അടിക്കടി ബർക്കത്ത് ചൊരിഞ്ഞോണ്ട് ഞാൻ ഇപ്പൊ നല്ലൊരവസ്ഥയിലാ. പഴയ കാലത്തെ ഓർമ്മകളില് കുഞ്ഞുമേദീൻ ഇടക്കിടക്ക് കയറി വരാറുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയത് ഇപ്പളാ. ഇവിടെ പൊന്നാങ്ങരയിൽ വന്ന് അന്വേഷിച്ചപ്പോള് ഞങ്ങള് തമ്മിൽ കണ്ട് എല്ലാ വിവരവും ഓനെന്നോട് പറഞ്ഞു. നിങ്ങൾ ആരും ഇനി വിഷമിക്കണ്ട, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ദുബായിക്ക് പോകും. 3 മാസം കൊണ്ട് തിരിച്ചും വരും. അപ്പൊ ജബ്ബാറിനെ ഒന്ന് കാണുകയും ചെയ്യാ. നല്ല മനസ്സ് വെക്കുകയാണെങ്കിൽ ദുബായിക്ക് കൊണ്ടുപോവുകയും ചെയ്യാ. മോളെ സെലി, ഹാഷിമോൻ എടുത്തു. ഓൻ അപ്പുറത്ത് കളിക്കുക. ഇവളെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതേ. ഇവളെ മാപ്പിളുടെ കാര്യം അറിയാലോ. ചായ കുടിക്കേ. കുഞ്ഞുമൈദീനെ, ഒന്നോർത്ത് മനസ്സ് തളർത്തണ്ട. സാമ്പത്തികമായിട്ടുള്ള അതിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാകും. അന്നെ കണ്ട തന്നെ വലിയ സന്തോഷം എനിക്ക്. കണ്ടോണ്ട് മാത്രം കാര്യമായ കുഞ്ഞുമൈദീനെ, അന്റെ കാശിന്റെ പ്രശ്നങ്ങൾ തീരണ്ടേ? ഇത് 10,000 രൂപയുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ. മക്കളെ, എന്നാ ഞാൻ പോട്ടോ. അസ്സലാമു അലൈക്കും. മോളെ സാബി, രാത്രി ഞാനും ശരിയില്ലാത്തോണ്ട് ഇത് ബേജാറാവരുത്. വേണമെങ്കിൽ അപ്പുറത്തെ പൊരലെ കുഞ്ഞാശാത്തനെ വിളിച്ച് തുണക്കെടുത്തിക്കൊണ്ട്. അതൊന്നും വേണ്ടപ്പാ, എനിക്ക് പേടിയൊന്നുമില്ല. സെലീനാക്ക് PSC ടെസ്റ്റ് ഇത്ര ദൂരാവെന്ന് കരുതില്ലല്ലോ.
പടച്ചോൻ്റെ വേണ്ട കണ്ടെങ്കിൽ ഓക്കൊരു ഗവൺമെൻറ് ജോലി ശരിയാവും. നമ്മളെ കുറേ ബേജാറും ബത്തപ്പാടൊക്കെ മാറി കിട്ടും. ഇപ്പച്ചി എല്ലാം നേരെയാവും, നിങ്ങൾ വിഷമിക്കല്ലേ. ഇത്താത്ത എന്നാ ഞങ്ങളെ ഇറങ്ങട്ടെ കേട്ടോ. ആരാത്? ഇത് ഞാനാടി, മനാഫ്. വാതിലുറക്ക്. എന്തേത്? എവിടെ എന്റെ വാപ്പയും പൊന്നാര അനിയത്തിയും? നിങ്ങൾ കള്ളുടിച്ചിട്ടാ വന്നേക്കണത്? എന്റെ റബ്ബേ, എന്താടി അനക്ക് പറ്റിയില്ലേ? ഇതൊക്കെ ഞങ്ങൾ ആണുങ്ങൾക്കൊരു ഫാഷനാ. കുറച്ച് മദ്യപാനമൊക്കെ ഇല്ലെങ്കിൽ ആണാന്ന് പറഞ്ഞിട്ട് എന്താടി കാര്യം? നീ എന്റെ പൊന്നാര മോനെ വിളിച്ചു. അവന് ഞാൻ പരിപ്പൂടയും കൊണ്ടാ വന്നത്. വേണമെങ്കിൽ ഒന്ന് നീ തിന്നോ. നിങ്ങളെ പരിപ്പേടാ. എന്റെ കുട്ടി 3-4 ദിവസമായി അരിഭക്ഷണം കഴിച്ചിട്ട്, എന്നിട്ട് കള്ളും കുടിച്ചു വന്നിക്കണേ. നാണെന്റെ മനസ്സങ്ങക്ക്. അപ്പൊ അരി സാധനമൊന്നുമില്ല ഇവിടെ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഇവിടെ? അരിയും പലർക്കും. അതിന് മാത്രം ഇഷ്ടം പോലെ കാശ് കിട്ടി സുഖിക്കില്ലേ ഞങ്ങള്. എന്റെ വയസ്സായ ബാപ്പ പള്ളിക്കല് മുക്രിപ്പണി ചെയ്താ ഞങ്ങളെ പോറ്റണത്. ഇത്തിരിയുള്ള ആ ശമ്പളം കൊണ്ട് എങ്ങനെയൊക്കെയാ തികയാ? ഇന്ന് എന്റെ ബാപ്പ അങ്ങക്ക് കെട്ടിച്ചെന്ന വകയില് വന്ന കടം കൊണ്ട് ഈ പെര വിൽക്കാൻ വെച്ചിരിക്കുക. എന്നിട്ട് അതൊന്നും മനസ്സിലാക്കാതെ അന്വേഷിക്കാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ട് കേറി വരും. എന്റെ അരിപ്രശ്നവും എന്റെ കുടിപ്രശ്നവും ഒക്കെ തീർക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ വരാം. നിങ്ങൾ എങ്ങട്ടാ ഈ നേരം കെട്ട നേരത്തെ ഇറങ്ങി പോണത്? സാബേ, ഞാൻ ഇപ്പൊ വരാം. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. വാതിലുറക്ക്. സാബിറ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരുന്ന്. ഇത് നമ്മളെ കോൺട്രാക്ടർ ദാമോരേട്ടൻ. എന്റെ മൂപ്പർക്ക് വലിയ കാര്യ. എന്നെ മാത്രല്ല അന്നെ. എന്താണിത്? ഇജൊന്ന് ഒച്ച വെക്കല്ലേ സാബിറ, മോൻ ഉണരും. ഇജൊന്ന് മനസ്സ് വെച്ചാ നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരും. ദാമോദരേട്ടൻ എത്ര പൈസ വേണമെങ്കിൽ നമുക്ക് തരും. നിങ്ങൾ ഇത്രക്കാരനാന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാഞ്ഞിട്ടും എന്റെ കുട്ടീന്റെ പാപ്പാന്നുള്ളൊരു സ്നേഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനി നിങ്ങൾ എനിക്ക് ആരുമല്ല. ഇപ്പൊ ഇറങ്ങണേ പറയുന്നത്. മനുഷ്യരെ പറ്റിച്ചുണ്ടാക്കി കുറെ പൂത്ത കാശുകൊണ്ട് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മാനത്തിന് വില പറയാൻ വന്നിട്ടുണ്ടല്ലോ. അരിഞ്ഞു കളയ സാബിറ. ദാമോദരേട്ടാ പോലെ. ദാമോദരേട്ടാ എടി, നിന്നെ ഞാൻ എടി കയ്യിൽ വന്ന മഹാഭാഗ്യ തട്ടിക്കളഞ്ഞത് അന്നെ ഞാനൊന്ന് മയ്യത്താക്കും. എടി, ഇതുകൊണ്ടൊന്നും തീർന്നൊന്നും വിചാരിക്കണ്ട. മനാഫ് ഇനിയും വരും. ഇങ്ങനാണെങ്കിൽ വരണ്ട. പ്രിയമുള്ള ബാപ്പയ്ക്ക് ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ഒരുപാട് സഹിച്ച ആളാണ് ബാപ്പ. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി. ബാപ്പാക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടായതിൻ്റെ പേരിൽ ഞാനും ഹാഷിമോനും ഈ ലോകത്തുനിന്ന് പോവുകയാണ്. ചെയ്യുന്നത് തെറ്റാന്നറിയാം. ഇതല്ലാതെ എൻ്റെ മുമ്പ് വേറെ മാർഗമില്ല. ഹാഷിമിൻ്റെ ഉപ്പ ഇവിടെ വന്നിരുന്നു. എന്നെ വിറ്റ് കാശാക്കാനുള്ള പുതിയ പദ്ധതിയായിട്ട്. ഞാൻ ആകെ തകർന്നു ബാപ്പ. ബാപ്പാന്റെ മോള് മാനം വിറ്റ് ജീവിക്കുന്നവളാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ ഇതല്ലാതെ വഴിയില്ല. നല്ലവനായൊരു ഭർത്താവ് എൻ്റെ സലീനയ്ക്കെങ്കിലും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം സാബിറ.
സാബിറ, മോളെ വാതിൽ തുറക്ക്. എന്താ എന്താ മോളെ, എന്താ ഇവിടെ പ്രശ്നം? എന്താ താത്ത പറ്റിയേ? എന്താ എന്താ ഉണ്ടായത്? വല്ലിപ്പച്ചി എന്താ മോനെ? വല്ലിപ്പച്ചി എന്നെ വാപ്പച്ചി വന്നിരുന്നു. എന്റെ ഉമ്മാനെ കൊറേ തല്ലി. എന്താ മോളെ, എന്താ ഇതൊക്കെ? ഇപ്പച്ചി ഇതാ നോക്കിയൊരു കത്ത്. എന്താ മോളെ ഇതൊക്കെ? അന്റെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാവാഞ്ഞിട്ടോ അന്റെ തേങ്ങൽ കേൾക്കാഞ്ഞിട്ടോ ആണെന്ന് കരുതരുത്. ഇജി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വളരെ വലിയ തെറ്റാണ്. പടച്ചോൻ പൊറുക്കാത്ത കാര്യം. പടച്ചോൻ വേണ്ടി വെച്ചതേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഹൈറും ഷെറും അള്ളാന്റെ അടുത്തുനിന്നാ. നമ്മൾ മുസ്ലിമീങ്ങളാ, അല്ലാതെ ഈ പൈങ്കിളിക്കതൊക്കെ വായിച്ച് കാണിച്ചു കൂട്ടും ചേൽക്ക്. ഇസ്ലാമായി ജനിച്ച് ഇസ്ലാമായി മരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എന്ത് പരീക്ഷണം ഉണ്ടായാലും നമ്മൾ തളരാതെ അതിനെ തരണം ചെയ്യണം മക്കളെ. അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ ബാപ്പയെ ഞാൻ ജീവിച്ചിരിക്കൂലായിരുന്നു. കഴിഞ്ഞ 12 കൊല്ലായി ഈ പടച്ചോന്റെ മുമ്പിൽ കുമ്പിടാൻ തുടങ്ങിയിട്ട്. അതിലിത്തിരിയെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഈ പണി ചെയ്യാൻ പാടില്ല. ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ അത് പടച്ചോന് മാത്രമേ തിരിച്ചെടുക്കാനുള്ള അധികാരമുള്ളൂ. ഉപ്പാനോട് ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാട്ടൂല. പക്ഷെ ഇന്ന് ഓന്റെ പാപ്പ വന്നിക്കണേ ഒരു അന്യപുരുഷനെയും കൊണ്ട്. ഉപ്പാന്റെ ഈ മോളെ മാനത്തിന് വില പറയാൻ അതെനിക്ക് സഹിച്ചില്ല ബാപ്പ. ബാപ്പനോട് പൊറുക്കണം. ഉപ്പാൻ്റെ ഒറ്റോട് ഉപ്പ് പൊറുക്കും, പക്ഷെ പൊറുക്കാത്തത് പടച്ചോനാ. അതുകൊണ്ട് ഇനിയെങ്കിലും പടച്ചോനോട് പറ, എല്ലാ കാര്യങ്ങളും പുറത്തു തരാം. എൻ്റെ റബ്ബേ, എൻ്റെ കുട്ടിക്ക് മാപ്പ് കൊടുക്കണം റബ്ബേ. ഓളോട് പുറത്തു കൊടുക്കണം നാഥാ.